ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തലക്കറി വെക്കാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചാനും കൂടി ഇന്നലെ പോയിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് തല വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചു തരാം, പോയി കണ്ടിട്ട് വായോ. അത് കണ്ടില്ലേ, ഈ ഒരു തലയുണ്ട നമ്മൾ കറി വെക്കാൻ വേണ്ടി പോണത്. ഇത് കേരത്തലയാണ് കേട്ടോ. ഇത്രയും വലിയ തല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്, കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ അത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കി തരുവേ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നീ ഇത് ഒരുപാട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ നിൽക്കണ്ട, 2 കഷ്ണമായിട്ട് വല്ലതും മുറിച്ചാൽ മതി, എന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് കറി വെച്ച് നോക്ക്, അടിപൊളിയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അത് നമുക്ക് ഈ ചേട്ടൻ 2 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്ത് തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇല്ലേ ഈ കൺസ്ട്രക്ഷൻ വർക്കിനും അതിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കേബിളിനൊക്കെ വന്നത്, കേബിളിൻ്റെ ഈ കണക്ഷനൊക്കെ തരാൻ വേണ്ടി വന്നതും ഈ വേറെ സ്റ്റേറ്റിലെ ചെക്കന്മാരൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് നോക്കിയാൽ മീൻ വെട്ടാൻ വരെ അവർ റെഡിയാണ്, എന്ത് ജോലിയും ചെയ്യാൻ റെഡിയാണെന്ന് പറയില്ല, അതേപോലെ മീൻ വെട്ടാൻ വരെ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണ്. പക്ഷേ ഈ ചേട്ടൻ നല്ല മീനൊക്കെ കട്ടണം കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഈ തലയല്ല, വേറെയുള്ള ബാക്കി മീനുകളൊക്കെ ആണെങ്കിലും പടപടപടപടേന്ന് പറഞ്ഞിങ്ങനെ വെട്ടി വെട്ടി എടുക്കണതാണ് വേണ്ടി നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ നമുക്ക് മീനൊക്കെ വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെമ്മീനും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കേട്ടോ നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം രാവിലെ ഈ തല എടുത്ത് സെറ്റ് ചെയ്ത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും, കറി ഇച്ചായം വെക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ പതിവ്. കാരണം നോൺ വെജൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ ഇച്ചായം തന്നെ വെക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇച്ചായനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചായനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളുടെ അമ്മയുടെ, അതായത് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചായൻ എന്ത് നോൺ വെജ് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റായിരിക്കും. അത് എൻ്റെ വീട്ടിലെയും എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും. കാരണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചേട്ടനൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ചായൻ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇച്ചായന് പൊതുവേ വലിയ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ആൾക്ക് തന്നെ വെക്കണം എന്നുള്ളൊരു വാശിയാണ്. എന്നോട് പറയും നീ വെക്കണ്ട, ഞാൻ വെച്ചോളാം എന്ന് പറയും. അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു ലക്കും കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു കുക്കിംഗ് ചെയ്യണ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടിയൊക്കെ ഒരുമിച്ച് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്ത് കുക്ക് ചെയ്യുമ്പോഴത്തേനും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇച്ചായനെ കൊണ്ട് ഞാൻ ഓരോന്നൊക്കെ ഇച്ചായന് ഉണ്ടാക്കി താന്നൊക്കെ പറയണേ കേട്ടോ. എന്തായാലും ഇച്ചായൻ എന്തായാലും അസാധ്യ കുക്കായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഞാൻ അടിപൊളി എന്താ പറയുക, ഭയങ്കര ലക്കിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചായൻ എന്തായാലും കറി വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻസും അങ്ങനെ പറയാൻ പാടില്ല. നമ്മളിങ്ങനെ പുള്ളി പറയണതൊക്കെ നമ്മൾ കേട്ടോളണം, അതെല്ലാം അടുപ്പിച്ച് കൊടുത്തോളണം. അല്ലാതെ അതിടണില്ലേ ഇതിടണില്ലേ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പം തന്നെ ആട്ടും സൂപ്പ് കിട്ടും, പിന്നെ മിണ്ടാണ്ടിരിക്കണായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ പുള്ളി വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാ ഈ ഇച്ചായൻ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേനും ഉലുവ പൊട്ടിച്ചു. നമ്മൾ സാധാരണ മീൻകറി വെക്കണ പോലെ തന്നെ കുറച്ച് പൊടികളൊക്കെ അധികം ഇടണമെന്നുള്ളൂ. അപ്പം ഉലുവ പൊട്ടിച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഓർഡർ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടത് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടായിരുന്നത് വലിയ ഭാഗ്യമേ, കാരണം നമുക്ക് ഇത്രയും വലിയ തല കിട്ടുമെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചട്ടിയായിരുന്നു കേട്ടോ ഇത്. കാരണം ഇതിൽ മീൻ കൊള്ളിക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടെങ്കിൽ പോലും ഇത്രയും വലിയ ചട്ടി എനിക്ക് തന്നെ ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചിയാണെങ്കിൽ ഈ ചട്ടി തന്നത് നിങ്ങൾ തലക്കറിയൊക്കെ വെക്കണല്ലേ അപ്പോൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം എനിക്ക് ഓണത്തിൻ്റെ ടൈമിന് തന്നേട്ടെ ഈ കറിച്ചട്ടി. അപ്പോൾ ചട്ടി എനിക്ക് ഇപ്പോൾ ഉപകാരപ്പെട്ട്. നേരത്തെയൊക്കെ കൊണ്ടുവരുന്നത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ ചെറിയ ചട്ടിയിലാണെങ്കിലും വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ തല കട്ട് ചെയ്യാതെ കൊണ്ടുവന്നപ്പോഴത്തേനും ഈ ചട്ടി നല്ല ആപ്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഈ വലിയ ചട്ടിയിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചേട്ടാ. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിരുന്നേ. അപ്പം അങ്ങനെ ഇടക്ക് ഇങ്ങനെ ഇളക്കുന്ന പരിപാടിക്കൊക്കെ ഞാൻ ചെല്ലും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോട്ടേന്ന് ചോദിക്കുമ്പോൾ ഇളക്കി കൊടുത്തോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവേ. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ആയിരിക്കും ഞാൻ ചെയ്ത് കൊടുക്കണത്. പിന്നെ തക്കാളി ഇടാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. കാരണം ഞങ്ങൾ തക്കാളി ഈ ചായനല്ലെങ്കിലും തക്കാളി ഇടും. പക്ഷേ ഈ കറിക്ക് തക്കാളി ഇടാനുള്ള കാരണം
ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന പുളിക്ക് കുറച്ച് പുളി കുറവായിരുന്നു. എത്ര ഇട്ടാലും ഒരു പുളിയുള്ളതായിട്ട് തോന്നില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നേ. പക്ഷേ വലിയ തരക്കേടില്ല. അപ്പോൾ കുറച്ചധികം ഈ തലക്കറിക്ക് വെക്കുമ്പോൾ കുറച്ച് എരിവ് കൂടുതൽ നിൽക്കണം, കുറച്ച് പുളിയും ഇച്ചിരി മുമ്പിൽ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചായനൊരു തക്കാളിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് എന്താ പറയുക, ഈ പൊടി ഇടുന്ന വീഡിയോ ആദ്യം കയറിപ്പോയെന്ന് തോന്നണം കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ പൊടി ഇടുന്ന വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ കയറിപ്പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള നമ്മുടെ കറികളിടുന്ന പൊടികളൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കാശ്മീരി പൊടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നിറമൊക്കെ കിട്ടിയേനെ. വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാശ്മീരിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല നല്ല റെഡ് കളർ കിട്ടും കറിക്ക്. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുളി ഞെരടി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം പിന്നെ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ അതും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക, സാധാരണ നമ്മൾ വെക്കണ പോലെ തന്നെ. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കറിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോരുത്. അപ്പം നന്നായിട്ട് മുത്ത് വന്നപ്പോഴത്തേക്കും ആ വെള്ളം, പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ മസാലകളൊക്കെ എല്ലാം കൂടിയിട്ട് മൂപ്പിക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരും കേട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും നോൺ വെജ് ഉണ്ടാകും കേട്ടോ, എപ്പോഴും നോൺ വെജ് ഉണ്ടാകും. കാരണം ഡെയിലി ഉണ്ടാവും. ചില ഇപ്പം നോൻപ് മാസമൊക്കെ തുടങ്ങണ ആ ഒരു ആദ്യത്തെ ദിവസമില്ലേ, അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ മീനില്ലാണ്ട്. ബാക്കി എല്ലാ ദിവസവും മീനുണ്ടാവും. കാരണം നോൺ വെജ് ഇല്ലാണ്ട് ഇച്ചായന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നോൺ വെജ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് നോൺ വെജ് കുക്ക് ചെയ്ത് ഇച്ചായനെ കൈയൊക്കെ തെളിഞ്ഞ് കിടക്കണേണ്. അതുകൊണ്ട് ഭയങ്കര കൈപ്പുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് പരിപാടികളൊക്കെ. പൊടികളിടുക, ഇതിടുക എല്ലാം വെരി സിമ്പിൾ പരിപാടി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളക്കുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇത് കണ്ടില്ലേ, അടുക്കളയിൽ സ്പൈഡർമാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും, പല സ്ഥലത്തും പല സാധനങ്ങളൊക്കെ ഉണ്ടാവും. ബബിക്കുട്ടൻ്റെ അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെ മകനുണ്ട്. ഇപ്പോൾ സ്പൈഡർമാനെ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബൈക്ക് കിട്ടിയായിരുന്നു. പുള്ളി ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോകണമായിരിക്കും. അപ്പോൾ അത് എടുക്കണ സമയത്ത് കയ്യിലിരിക്കണ എന്താണോ അത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് വരും. അങ്ങനെയൊക്കെ റിമോട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന്. അങ്ങനെയൊക്കെ കണ്ടില്ലേ, പാവം വണ്ടി ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില തക്കിട പരിപാടികളൊക്കെ എൻ്റെ മകൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് കുക്കിങ്ങൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ പറയാൻ വേണ്ടി മറന്നു പോകരുത്. മിക്കവരും എനിക്ക് ഡയറക്റ്റ് വന്ന് മെസ്സേജ് അയക്കും കേട്ടോ, വീഡിയോ ഇടണില്ലേ, അല്ലെങ്കിൽ വീഡിയോ നല്ലതായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ, എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ റീച്ചെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ കമൻറ്റ്സ് ഇടാൻ വേണ്ടി നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കൊച്ചിൻ്റെ ചാനലാണ്, കൊച്ചല്ല എന്നാലും അങ്ങനെയൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കിനി മുമ്പോട്ട് ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ത്വര ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറന്നു വരുത്. അപ്പോൾ നമ്മളെ കറിയിലോട്ട് വരാം. കറിയിലൂടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മീനൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട്. ചട്ടി അത്യാവശ്യം വലുതാണെങ്കിൽ പോലും ഈ തല 2 കഷ്ണം എടുത്തിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടുപെട്ട് ഇടാം. എന്നാലും വേഗം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കുഴപ്പമുണ്ടാവില്ല, ഫുള്ളായിട്ട് അതിൽ കിടന്നോളും. പക്ഷേ ആദ്യം ഇടുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ, അതിലേക്കൊന്ന് കുത്തി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഇച്ചായനതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അപ്പുറത്തുനിന്ന് പോയൊരു വാഴയിലേക്ക് പൊട്ടിച്ച് കൊണ്ടുവന്ന് അതൊക്കെ മൂടിയൊക്കെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടാണ്. ഇത് പെട്ടെന്ന് വേഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കഴിച്ച് നോക്കട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് നോക്കിക്കോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സിനിമയൊക്കെ കണ്ണടക്കി ഇരിക്കുന്ന സമയം കൊണ്ട് കറി ഇവിടെ സെറ്റായേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും താളിച്ചിടുക. കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളക് കൂടിയൊക്കെ ഒന്ന് താളിച്ചിട്ട് കഴിയുമ്പോഴത്തേനും
സെറ്റ്, കറി സെറ്റ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ, അടിപൊളിയാണ്. കണ്ട മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഫുൾ ഉടഞ്ഞ് ഇപ്പോൾ ചട്ടിയിൽ നിറഞ്ഞ് കിടക്കുന്നുണ്ട്, സെറ്റായി. അപ്പം ഇനി ഇതിൻ്റെ പുറത്തേക്ക് താളിപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും അടിപൊളിയായിരിക്കുമേ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. പിന്നെ ബാക്കി അത് ഉള്ള വീഡിയോസ്, ബാക്കി എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരിക്കും ഇനി മുതൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഉറപ്പായിട്ടും കമൻറ്റ്സ് ഇടാൻ വേണ്ടി മടി കാണിക്കരുത്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് ഒരു ഇച്ചിരിക്കോളം ഉള്ളിയും ഇച്ചിരി വറ്റൽമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തിട്ട് അതിലേക്ക് ഇടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ ഈ കറി ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് രാത്രി അല്ല, ഇതിപ്പോൾ രാവിലെ വെച്ചത്, രാവിലെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും അന്ന് തന്നെ രാത്രി എടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നമ്മൾ ഈ തലക്കറിയൊക്കെ വെക്കുമ്പോഴത്തേനും പിറ്റേ ദിവസമൊക്കെ എടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ പൊന്നെ അപാര ടേസ്റ്റ് ആയിരിക്കും. എന്താ പറയണത്, നല്ല മുളകൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച്, എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ മറ്റേ ഇതൊക്കെ ചിക്കനൊക്കെ കഴിക്കണം, ചിക്കൻ്റെ ടേസ്റ്റ് അല്ല അത് വേറെ ഇത് വേറെ, പക്ഷേ ഇങ്ങനെ അതായത് ലെഗ് പീസൊക്കെ കഴിക്കുമ്പോൾ തന്നെ എല്ലിൻ്റെ ചുറ്റുമുള്ള മാംസം കഴിക്കാനൊരു പ്രത്യേക രുചിയല്ലേ. അതുപോലെ തന്നെയാണ് ഈ മീനിൻ്റെ വലിയ വലിയ മുള്ളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ തലയുടെ ഭാഗത്ത്, അതിൽ നിന്നുള്ള മാംസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം കഴിച്ചു നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അടിപൊളിയാണ് തലക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ 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 ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.